രാജ്യമുടനീളം നടക്കുന്ന ഇത്തരം സമരങ്ങളിലൂടെ കോൺഗ്രസ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മല്ലികാർജുന ഖാർഗെജിയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ട KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും സമരം നടക്കുന്നു. ദീപാദാസ് മുൻഷിജിയെ പോലുള്ള നേതാക്കന്മാർ ഈ സംസ്ഥാനത്ത് ചുമതലയേറ്റ് മറ്റുള്ള ഇടങ്ങളിലും ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ആ സമരങ്ങളിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഞങ്ങൾക്ക് നിങ്ങളുടെ അച്ചാദിൻ വേണ്ട, ഞങ്ങൾക്ക് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരുന്ന യഥാർത്ഥ തൊഴിലുറപ്പ് പദ്ധതി മതി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണ്. തൊഴിലിനെ ഒരു ഉറപ്പും അവകാശവുമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റിന്റെ പദ്ധതി അത് മതി എന്ന് പറയുകയാണ്. അതിൽ നിന്നുള്ള ഓരോ നീക്കവും ഇത് വെള്ളം ചേർക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവകാശത്തെ അതിനെ ഡിമാൻഡ് ഡ്രിവനെ സപ്ലൈ അനുസരിച്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ സർക്കാരിന് പൈസയും സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ച് പണി കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അത് മുടക്കിയേക്കെന്ന് പറയുന്നത്. ആ പഞ്ചായത്തിൽ വേണ്ട എന്ന് കേന്ദ്രം പറയുമ്പോൾ അവിടെ മുടങ്ങിപ്പോകുന്നത്, സംസ്ഥാനത്തെ വിഹിതമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ മുടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് അത്തരം ഒരു പദ്ധതിയാണ് നമ്മൾ എതിർക്കുന്നത്. രണ്ട്, അല്ലെങ്കിൽ ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാത്മാവിന്റെ പേരിൽ ഈ പദ്ധതിയിൽ നിന്ന് എന്തിന് നീക്കം ചെയ്തു? എന്ത് ന്യായീകരണമാണ് അതിന് പറയാനുള്ളത്? എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് മഹാത്മാവിന്റെ പേരിട്ടത്? കാരണം വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളെ പറ്റി ഓർത്തിട്ട് വേണം നിങ്ങളുടെ നയങ്ങൾ രൂപീകരിക്കാനെന്ന് എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾക്കുള്ള ഒരു വിഷൻ കൊടുത്ത മഹാത്മാവ് ഏറ്റവും പാവപ്പെട്ടവന്റെ കുടുംബം അത് പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ആ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തുമ്പോ, ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തുമ്പോ അതിന് മറ്റൊരാളുടെയും പേര് കൊടുത്താലാവില്ല, അതിന് മഹാത്മാവിന്റെ പേര് തന്നെ കൊടുക്കണമെന്ന് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എടുത്ത തീരുമാനം. എന്ത് ന്യായീകരണമുണ്ട് ഈ ഗവൺമെന്റിന് മഹാത്മാവിന്റെ പേര് നീക്കം ചെയ്യാൻ? എന്ത് ന്യായീകരണമുണ്ട് മഹാത്മാവിനെ മാറ്റി മറ്റൊരു പേരിവിടെ ഇട്ട് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ? നിങ്ങൾ അറിയണം, VV റാംജി എന്ന് പറയുമ്പോ അവരുടെ മനസ്സിൽ ഭഗവാൻ രാമനല്ല, അവരുടെ മനസ്സിൽ നാഥുറാമാണ് എന്ന് അവരുടെ സ്വഭാവം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഗാന്ധിയെ വിരിമാറിൽ നിറയൊഴിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും അസ്തമിക്കാത്ത ഗാന്ധിയെ ഇപ്പൊ ഇത്തരം പദ്ധതികളുടെ പേരുമാറ്റത്തിലൂടെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമ്പോ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാൾക്കും, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരനായ ഒരാൾക്കും, ഈ മണ്ണിൽ പറന്ന ഒരാൾക്കും ഈ കാട്ടുനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതിനെതിരായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ്. അനിവാര്യമായ പോരാട്ടത്തിനാണ് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകുന്നത്. അതിനാണ്